പാർട്ടിയുടെ ഭാഗമാകണമെങ്കിൽ സ്ഥാനമാനങ്ങൾ വേണമെന്ന അഖിൽ മാരാറിന്റെ ഓഡിയോ പുറത്തുവിട്ട് 2020. അപ്പൊ പറ്റിപ്പ് പാർട്ടിയാണല്ലേ? അയ്യോ സാറേ, പപ്പ എനിക്ക് അങ്ങനെയുള്ള ഒരു വീക്ക്നെസ്സും ഇല്ല. കോൺഗ്രസും ബിജെപിയും ദേശീയ പാർട്ടിയാണെന്നും 2020 നിൽക്കുമ്പോൾ ആ വാല്യൂ ഇല്ല എന്നും അഖിൽ ഓഡിയോയിൽ പറയുന്നു. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. കൊട്ടാരക്കര സീറ്റിന് വേണ്ടി മാത്രമാണ് 2020 വരാനുള്ള തീരുമാനമെന്നും അഖിൽ മാരാർ ഈ ഓഡിയോയിൽ പറയുന്നുണ്ട്. അത് കേൾക്കാൻ മതി. രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നമ്മൾ തുടരണമെങ്കിൽ കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാവണം. ഇത് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നതാണ്. അത് എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഈ പ്ലേയുടെ ഉദ്ദേശം എന്താണെന്ന്? അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അക്കോമഡേഷൻ, കാരണം നമുക്ക് ജീവിക്കണം. ഞാൻ ആ രീതിയിൽ ജീവിച്ചു വന്ന ഒരാളാണ്. ഞാനൊരു ഉലകം ചുറ്റും ബാലിവൻ, പണക്കാരൻ, ஆனால் ഏഴകൾക്ക് തോഴൻ. നീ ആള് കൊള്ളാമല്ലോ. കൊള്ളാമല്ലേ? ഇപ്പം എൻ്റെ ലൈഫ് കൊണ്ടിട്ട് ഞാൻ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നാഷണലിസ്റ്റ് പാർട്ടിയാണ്, BJP എന്ന് പറയുന്നത് നാഷണലിസ്റ്റ് പാർട്ടിയാണ്. ഇന്ത്യയിൽ എവിടെ ചെന്നാലും അതിൻ്റെ റെസ്പെക്റ്റും അതിൻ്റെ ഒരു വാല്യൂ നമുക്കുണ്ടാവും. എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കുക, അതാണ് എന്റെ പ്രമാണം. പിന്നെ രണ്ട്, അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോർഡോ സെൻട്രലിൻ്റെ ഏതെങ്കിലും ബോർഡോ കാര്യങ്ങളോ നമുക്ക് വേണ്ടി അത് ചോദിച്ചു വാങ്ങണം. എണ്ണി വാങ്ങുമ്പോഴും നക്കി തിന്നുമ്പോഴും അത് മറ്റൊരാളുടെ മുതലാണെന്നുള്ള ഓർമ്മ വേണം. അതാ അഭിമാനം. നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ഈ തീരുമാനം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ തീരുമാനം എടുക്കാനുള്ള കാരണം കൊട്ടാരക്കര സീറ്റ് എന്നുള്ളത് മാത്രമായിരുന്നു. വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യം, ഏതെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾ വേണം, അല്ലെങ്കിൽ ഇതിൽ നിൽക്കുന്നത് ഒരു വലിയ നഷ്ടം മാത്രമാണ് എന്നുള്ളത് കൂടിയാണ് അഖിൽ മാരാർ പറയുന്നത്. കഷ്ടം. അത് അതിനുവേണ്ടി BJP ഭരിക്കുന്ന സെൻട്രലിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദം ചെലുത്തണം, അല്ല ബോർഡിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദം ചെലുത്തണം എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. ചേലനക്കി നായയുടെ ചിറുനക്കി നായെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ കണ്ടല്ലോ. നിനക്ക് നാണോ മാനോ ഒന്നുമില്ലടാ ബാല. മാനത്ത് നോക്കി നാണിച്ചു നിൽക്കുന്നതിലും എനിക്കിഷ്ടം 4 ചക്രം കയ്യിൽ വരുന്നതാ.